വാട്ട് ഈസ് OSINT എന്ന് വെച്ചാൽ OSINT അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ്. OSINT എന്ന് പറഞ്ഞെങ്കിൽ പബ്ലിക്കായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസ് ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഡാറ്റാസ് ലൈക്ക് ഓപ്പൺ സോഴ്സ്, എവിടെ സോഷ്യൽ മീഡിയ, ന്യൂസ് പേപ്പർ, ഫോറംസ്, ഡാർക്ക് വെബ്, അതിനെന്തെങ്കിലും കിട്ടുന്ന ഡാറ്റാസ് മാക്സിമം പബ്ലിക്കിൽ ആക്സസ് ആയിട്ടുള്ള ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നതാണ് OSINT. പിന്നെ ഇങ്ങനത്തെ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസിന് OS ടൂൾസ് എന്നും പറയും. പിന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മൾട്ടിറ്റ്യൂഡ് ഓഫ് മെത്തഡോളജീസ് ആണ് ഇൻ ഓർഡർ ടു ഗ്യാദർ ഇൻഫോർമേഷൻ ഓൺ പീപ്പിൾ, ബിസിനസ്സസ്, ലൈക്ക് അങ്ങനത്തെ എല്ലാം. പിന്നെ ഇത് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് മാത്രമേ യൂസ് ചെയ്യൂ. പിന്നെ ലീഗലിയും അത് യൂസ് ചെയ്യാൻ പറ്റണം. പിന്നെ ഇതിൻ്റെ കീ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസ് എല്ലാം ലീഗലി അക്സസിബിൾ ആയിരിക്കണം. പിന്നെ പബ്ലിക്കലിയും ഇത് കിട്ടിയിട്ടുണ്ടാകണം. പിന്നെ ഹാക്കിങ് ഇൻവോൾവ്ഡ് അല്ല. ഇപ്പോൾ ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഓൺലൈനിൽ നമുക്ക് കിട്ടിയാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റിപ്പോർട്ട്. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബിസിനസ്സിൻ്റെ ട്രെൻഡ്സിനെ അറിയാം, ബിസിനസ്സിൽ ഇപ്പം എന്ത് ട്രെൻഡാണ് നടക്കുന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതാണ് OSINT. പിന്നെ OSINT എന്ത് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്, പിന്നെ വൾനറബിലിറ്റീസ് ലൈക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ത്രെഡ്സ് എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവെസ്റ്റിഗേഷനെ സപ്പോർട്ട് ചെയ്യും. കോമ്പറ്റീറ്റീവ് ഇൻ്റലിജൻസിന് യൂസ്ഫുൾ ആണ്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ടൈം എഫക്റ്റീവ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓപ്പൺ റിസോഴ്സസ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ ഓപ്പൺ സോഴ്സ് ഫോർ അസ്, OSINT യൂസ് ചെയ്യുന്ന ആൾക്ക്. സെക്യൂരിറ്റി ടീം കേൾക്കുന്നോ? കേൾക്കുന്നുണ്ട്. പിന്നെ അറ്റാക്കർ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ ഹാക്കേഴ്സിനും OSINT യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് സൈബർ സെക്യൂരിറ്റി ടീം യൂസ് ചെയ്യുന്ന പോലെ തന്നെ അറ്റാക്കേഴ്സിനും ഇതൊരു
OSINT യൂസ് ചെയ്യാൻ പറ്റും. ദേ ആൾസോ ഗെറ്റ് ബെനിഫിറ്റ്സ് ഫ്രം OSINT. ഇതെങ്ങനെയല്ലെങ്കിൽ ഹാക്കേഴ്സ് ടാർഗറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ലൈക്ക് എംപ്ലോയ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ കമ്പനി അത് നമുക്ക് നേരെയുള്ള ആൾക്കാർക്ക് നോട്ടീസ് ആവാതെ അറ്റാക്കേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും OSINT. അത് ഒരു കാരണവശാലും മറ്റവർക്ക് അറിയില്ല. ലൈക്ക് ഓർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. മിസ്യൂസ് ചെയ്യാനും OSINT വഴി കഴിയും. ഡിഫൻസ് സ്ട്രെങ്ത് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രെഡൻഷ്യൽ മോണിറ്ററിംഗ് ആണ് അടുത്തത്. OSINT എന്നിന് റിയൽ ലൈഫിൽ എക്സാമ്പിൾസ് റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? കാണുന്നില്ലല്ലോ. ഹലോ, ഇപ്പൊ കാണാൻ പറ്റുന്ന കാണുന്നുണ്ട്. ഹലോ, കേൾക്കുന്ന? ഇനി റിയൽ ലൈഫിൽ സൈബർ സെക്യൂരിറ്റിന്റെ എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് ആയിട്ട് ക്രെഡൻഷ്യൽ മോണിറ്ററിംഗില്, അതായത് ആരെങ്കിലും നമ്മളെ ജിമെയിൽ പാസ്വേഡ് അതിപ്പോൾ എവിടെയെങ്കിലും പബ്ലിക്കലി പോസ്റ്റ് ചെയ്താൽ സെക്യൂരിറ്റി ടീമിന് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മളെ അക്കൗണ്ട് സെക്യൂർ ആക്കാൻ ഹെൽപ്പ് ആക്കും. പിന്നെ ഫിഷിംഗ് ഡിറ്റക്ഷൻ എന്ന് വെച്ചെങ്കിൽ ഹാക്കേഴ്സ് ക്രിയേറ്റ് ഫേക്ക് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ഫേക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്. അത് നമ്മളെ റിയൽ അക്കൗണ്ട് പോലെ തന്നെ ഇരിക്കും, റിയൽ ആയിട്ടുള്ള പോലെ ഇതാകും. നമുക്ക് ഒരു ഇതായും അറിയില്ല. ഇത് ആൾക്കാരെ പേഴ്സണൽ ഇൻഫോർമേഷൻ ലൈക്ക് പാസ്വേഡ്, ബാങ്കിങ് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുന്ന പോലെ ഒരു ട്രിക്കി വേയിൽ ഇത് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയും OSINT യൂസ് ആക്കും. ഇതിൽ OSINTന്റെ യൂസ് വരുന്നത് ടീംസ് ക്യാൻ ഫൈൻഡ് ദീസ് ഫേക്ക് സൈറ്റ്സ് അക്കൗണ്ട്സ് ആൻഡ് വാൺ ആക്സസ്. ഇനി വാൺ ചെയ്യാൻ കഴിയും ഇത് സെക്യൂരിറ്റി ടീമിന് നേരത്തെ അറിഞ്ഞിട്ട്. ഇനി വരുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് ആണ്. ഇതിൽ ഹാക്കേഴ്സ് കളക്ട് ചെയ്യുന്നത് ഇൻഫോർമേഷൻ സോഷ്യൽ മീഡിയ നിന്നാണ്. ലൈക്ക് ലിങ്ക്ഡിനിൽ ഇപ്പോൾ ആരെങ്കിലും വർക്കേഴ്സ് ഫിനാൻസ് ഇത് വേണമെന്ന് ഒരു ഇതിട്ടിട്ടുണ്ടെങ്കിൽ, പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫേക്ക് ഇൻവോയ്സ് ഇമെയിൽ ഇത് അയക്കും ഹാക്കേഴ്സ്. എന്നിട്ട് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റും.
സെക്യൂരിറ്റി ടീം ഓസിന്റെ യൂസ് ചെയ്തിട്ട് എംപ്ലോയീസിന് ഓൺലൈനിൽ എന്തെല്ലാം ഷെയർ ചെയ്യാൻ നോക്കും. പിന്നെ അവരെങ്ങനെ എന്നൊക്കെ ട്രെയിൻ ചെയ്യും ടു ബി മോർ കെയർഫുൾ. ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ഇത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാക്കർ മൈറ്റ് സെൻഡ് യു എ ഫേക്ക് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽസ് ഒക്കെ അയക്കും. ഓവറോൾ ഇത് സൈബർ സെക്യൂരിറ്റിന്റെ ഓസിന്റെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡാറ്റാസ് ലീക്ക് ആയിട്ടുണ്ടാകും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ സ്കാം എല്ലാം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയാണ്. പിന്നെ വരുന്നത് ഓസിന്റെ ടൂൾസ് ആണ്. പവറിങ് സൈബർ ഇൻവെസ്റ്റിഗേഷൻ, ഷോഡാൻ, ദി ഹാർവെസ്റ്റർ, സൈബറിന്റെ ഓസിൻ ടൂൾസ് ആണ്. ഇനി ദ ഇന്റലിജൻസ് സൈക്കിൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. ഫസ്റ്റ് പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ സ്റ്റെപ്പിൽ വരുന്നത് നമുക്ക് എന്താണ് ഞങ്ങൾ ഫൈൻഡ് ആക്കുന്നത്, നമുക്ക് എന്താ ആവശ്യമാണുള്ളതെന്ന് നോക്കും. പിന്നെ എന്ത് സോഴ്സസ് ആണ് നമുക്ക് വേണ്ടതെന്നും, പിന്നെ നമുക്കൊരു റൂൾസ് ഉണ്ടാവല്ലോ, ആ റൂൾസ് എല്ലാം നമ്മളെ റിക്വയർമെന്റ്സ് എല്ലാം ഇതിലുണ്ടോന്നും ചെക്ക് ആക്കും. പിന്നെ ലീഗല്, എത്തിക്കല്, പ്രൈവസി ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും പ്രിപ്പറേഷൻ്റെ സ്റ്റെപ്പിൽ. നമുക്ക് ഉള്ളതെല്ലാമാണോ വേണ്ടതെല്ലാമാണോ ഇതുള്ളത് കിട്ടിയ ഡാറ്റാസിൽ. പിന്നെ അതില്ലാണ്ട് ചെയ്തെങ്കിൽ ഇപ്പൊ പ്രിപ്പയർ ആവാൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡാറ്റയിലെല്ലാം ഇറലവെന്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ യൂസ്ലെസ് ഡാറ്റാസ് ആയിരിക്കും. സോ പ്രിപ്പറേഷൻ സ്റ്റെപ്പ് മസ്റ്റ് ഉണ്ടാവണം. പിന്നെ കളക്ഷൻ ആണ് വരുന്നത്. അതായത് ഓപ്പൺ സോഴ്സസ് എന്നല്ല നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ്, ഫോറംസ്, പിന്നെ ബ്രച്ച് ഡാറ്റാബേസസ്, ഡാർക്ക് വെബ്, അതിലെല്ലാം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോസസ്സിങ്, ഇതിൽ യൂസബിൾ ഫോമിലേക്ക് നമുക്ക് കിട്ടിയ റോ ഡാറ്റാസിനെല്ലാം ഓർഗനൈസ് ചെയ്യുന്നതാണ് പ്രോസസ്സിംഗ് സ്റ്റെപ്പില്. ഫിൽറ്ററിംഗ് തൗസൻഡ്സ് ഓഫ് ലീക്ഡ് ഇമെയിൽസ് ഡൗൺ ടു ദോസ് വിത്ത് യുവർ കമ്പനീസ് ഡൊമൈൻ. ഞങ്ങളെ കമ്പനീസ് ഡൊമൈനിൽ വരുന്ന ഇമെയിൽസ് മാത്രം നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ മാത്രം ഓർഗനൈസ് ചെയ്തത്, വേണ്ടത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് പ്രോസസ്സിങ്ങില്. പിന്നെ അതിനെ അനലൈസ് ചെയ്യും. ട്രാൻസ്ഫോം ദിസ് പ്രോസസ് ഡാറ്റ ഇൻ ടു എ മീനിങ് ഫുൾ ഇന്റലിജൻസ്. പിന്നെ ഇന്റർപ്റ്റ് ദി ഡാറ്റ, പാറ്റേൺ, റിസ്ക് എല്ലാം നോക്കും. എല്ലാം ഒരേപോലത്തതാ, നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് കിട്ടിയതെന്നല്ലോ ചെക്ക് ചെയ്യും. പിന്നെ ഡാറ്റാനെ സ്റ്റഡി ചെയ്യും. പിന്നെ ഈ കണക്ട് ദിസ് ഡാറ്റ എന്നിട്ടായിട്ട് ഈ അനാലിസിസിൽ വരുന്നത് മീനിങ്ഫുൾ ഇൻസൈറ്റിലേക്ക് ഞങ്ങൾ കിട്ടിയ ഡാറ്റാനെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് മെയിനായിട്ട് അനാലിസിസ് സ്റ്റെപ്പിൽ വരുന്നത്. പിന്നെ ഡിസെമിനേഷൻ അല്ലെങ്കിൽ ഈ കിട്ടിയ ഫൈൻഡിങ്സിനെല്ലാം ഞങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പീപ്പിളിന് കൊടുക്കുക, ലൈക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ടീം, മാനേജ്മെന്റ്, അങ്ങനത്തെ ആൾക്ക് കൊടുക്കുക. കംപ്ലീറ്റ് ഇന്റലിജൻസ് പ്രൊഡക്റ്റ് ആയിട്ടാണ് അത് കൊടുക്കുന്നത്, ലൈക്ക് എ റിപ്പോർട്ട്, അങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഇന്റേണൽ അലർട്ട് കൊടുക്കുക, ലൈക്ക് ഫോഴ്സിങ് പാസ്വേഡ് റീസെറ്റ്. ഇപ്പൊ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ളതെല്ലാം ഈ സ്റ്റെപ്പിലെല്ലാം ഇതായ ശേഷം ഇങ്ങനെ കൊടുക്കുക. അതൊരു എക്സാമ്പിൾ ആണ്. പിന്നെ ഈ ലീഗൽ ആൻഡ് എത്തിക്കൽ കൺസിഡറേഷനിൽ വരുന്നത് പബ്ലിക് ആയിട്ടുള്ള ഡാറ്റാസ് മാത്രമാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പബ്ലിക് ആക്സസ് മാത്രം ഇതിൽ പറ്റും, പ്രൈവറ്റ് ആയിട്ടുള്ളതിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. പിന്നെ കിട്ടിയ സോഴ്സസിനെ നമ്മൾ എല്ലാ സമയവും വെരിഫൈ ചെയ്യണം. പിന്നെ സെൻസിറ്റീവ് ഇൻഫോർമേഷന് അൺനെസസറി ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ലോക്കൽ റൂൾസും കമ്പനി പോളിസീസും ഫോളോ ചെയ്യണം. പിന്നെ ഡബിൾ എഡ്ജഡ് സോർഡ് എന്നുണ്ടെങ്കിൽ ഓസ്റ്റിന് റിസ്ക്കും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. റിസ്ക് സൈഡാണ് ഡുവൽ യൂസ് റിയാലിറ്റി. പിന്നെ പ്രൊആക്റ്റീവ് ഡിഫൻസ് റെസ്പോൺസിബിലിറ്റി സൈഡാണ്. ഈ ഡുവൽ സൈഡ് യൂസ് റിയാലിറ്റി ചെയ്യുന്നത് സിസ്റ്റം പ്രൊട്ടക്റ്റ് ആക്കാൻ നമുക്ക് യൂസ് ചെയ്ത ഇൻഫോർമേഷൻസ് എല്ലാം മിസ്യൂസ് ആക്കാം അറ്റാക്കേഴ്സിന്. നമ്മൾ ഇപ്പോൾ പ്രൊട്ടക്റ്റ് ആക്കാൻ യൂസ് ആക്കിയിട്ടുള്ളതെങ്കിലും അറ്റാക്കേഴ്സിന് അത് മിസ്യൂസ് ആക്കാൻ പറ്റും. ലൈക്ക് ടെക്നിക്കൽ ഇൻഫോർമേഷൻ യൂസ് ആക്കുന്നത് വീക്ക് പോയിന്റ്സ് ആണ്, സിസ്റ്റമിന്റെ വീക്ക് പോയിന്റ്സ് ഫൈൻഡ് ചെയ്യാനാണ്. പിന്നെ കമ്പനി സ്ട്രക്ചർ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ ടാർഗറ്റഡ് അറ്റാക്സ് ആണ്. പിന്നെ നല്ല ആൾക്കാർ ഓസിൻറ്റ് യൂസ് ചെയ്യുന്നത് പ്രൊട്ടക്ട് ചെയ്യാനും, പിന്നെ അതർ വേ ദ അറ്റാക്കേഴ്സ് ക്യാൻ ആൾസോ യൂസ് ഇൻ എ ബാഡ് വേ. സോ അറ്റാക്ക് ഞങ്ങൾ ഇതേ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് അവർക്ക് അറ്റാക്ക് ചെയ്യാനും പറ്റും. ഞങ്ങൾ ഇപ്പോൾ വീക്ക് പോയിന്റ് കണ്ടുപിടിക്കാൻ വെച്ചത് ആണെങ്കിൽ
അറ്റാക്കേഴ്സിന് ഇതിനെ ഇതാക്കാൻ വേണ്ടിയിട്ടും യൂസ് ആക്കാൻ പറ്റും, അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ പ്രൊആക്റ്റീവ് ഡിഫൻസ് വരുന്നത് റെസ്പോൺസിബിലിറ്റി സൈഡാണ്. അത് ഓർഗനൈസേഷൻസ് എന്തായാലും അവരുടെ ഓൺലൈൻ പ്രസൻസ് മോണിറ്റർ ചെയ്തുകൊണ്ടുണ്ടാവണം ഓർഗനൈസേഷൻസ്, സോ ദാറ്റ് ഇറ്റ് റെഡ്യൂസ് റിസ്ക്. പിന്നെ റെഗുലർ ഓഡിറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യണം. ഇൻഫർമേഷൻ ഓൺലൈനിൽ എക്സ്പോസ് ആവുന്നുണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടുണ്ടാവണം. പിന്നെ എംപ്ലോയീസിന് ക്ലിയർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ റൂൾസ് ഒക്കെ വെക്കുക. പിന്നെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ പബ്ലിക്കലി കൂടുതൽ ഷെയർ ചെയ്യാണ്ടല്ലോ നിൽക്കുക. Companies should use OSINT to protect themselves from attackers. So, OSINT എന്ന് പറയുന്നത് ഇത് ഇത്രയാണ് OSINT എന്ന് പറയുന്നത് കളക്ടിങ് ഡാറ്റാസ്, ഇൻഫോർമേഷൻസ് ആൻഡ് അനലൈസിങ് ആണ്. അല്ലെങ്കിൽ അത് OSINT ഇൻഫോർമേഷൻ ആവും. അനലൈസ് ചെയ്യുന്നതുകൊണ്ട് ഇത് OSINT ഇന്റലിജൻസ് ആണ്. പബ്ലിക്കലി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് മെയിൻലി നമ്മൾ ഫോക്കസ് ആക്കുന്നത്. ഇതൊരു ഹാക്കിംഗ് അല്ല, ഇതൊരു ലീഗലും എത്തിക്കലും സേഫും കോസ്റ്റ് എഫക്റ്റീവും ആണ്. എങ്ങനെ റെസ്പോൺസിബിളി വേയിൽ നമ്മൾ യൂസ് ആക്കുന്നെങ്കിൽ. പിന്നെ OSINTസിന് സൈബർ സെക്യൂരിറ്റിയും പിന്നെ ഇൻവെസ്റ്റിഗേഷൻ അതിനും യൂസ് ചെയ്യാം. പിന്നെ ബിസിനസ് റിസർച്ചിനും എല്ലാം നല്ല റോളാണ്. പിന്നെ ഡാറ്റ എല്ലായിടത്തും ഉണ്ടാവും, ബട്ട് ഇന്റലിജൻസ് കം ഫ്രം അനാലിസിസ്. So OSINT is a powerful system for cyber security. ഇത്രയാണ് ഇതിന്റെ ബേസിക്സ് ആയിട്ട് വരുന്നുള്ളത് സൈബർ സെക്യൂരിറ്റിന്റെ. ഇനി ഹലോ അഭിനെ കേൾക്കുന്നില്ലടാ? കേൾക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തോ. സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നില്ലേ? കാണുന്നുണ്ട്. സോ ഇപ്പോൾ തമ്മന്നെ പറഞ്ഞത് OSINTനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് OSINTന്റെ ഒരു ടൂളാണ്. ഷെർലോക്ക് എന്ന് പറയുന്ന ഒരു OSINT ടൂളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ OSINT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു, അതായത് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഷെർലോക്ക് എന്ന് പറയുന്ന ഒരു OSINT ടൂളിനെ കുറിച്ചിട്ടാണ്. സോ ഷെർലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ നെയിം എന്യൂമറേഷൻ ടൂളാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും സംഭവം വളരെ സിമ്പിളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു യൂസർ നെയിം, അതായത് ഈ ഒരു ഷെർലോക്ക് ടൂളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ യൂസർ നെയിം ഏതൊക്കെ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം അവൈലബിൾ ആണെന്ന് ഇത് സ്പീഡായിട്ട്, അതായത് ഒരു 5 മിനിറ്റ് ടൈമിനുള്ളിൽ സെർച്ച് ചെയ്ത് നമുക്ക് തരും. ഇപ്പം അതായത് ഒരു യൂസർ നെയിമിന്റെ ഓൺലൈൻ പ്രസൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രസൻസ് കാണിച്ചു തരുന്നതാണ് ഈ ഷെർലോക്കിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൂൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പൈത്തൺ കോഡ് വെച്ചിട്ടാണ്. അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ബിഗിനർക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അത് മാത്രമല്ല, ഇത് നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും, അതായത് യൂസ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ഇത് എഡിറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ പറ്റും. അതായത് അതാണ് ഈ ടൂളിന്റെ പ്രത്യേകത. ഈ ടൂള് ഫ്രീ ആയിട്ട് ഗിറ്റബിലും മറ്റെല്ലാ സ്ഥലത്തും ഓൾറെഡി അവൈലബിൾ ആണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇതാണ് ഷെർലോക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് പേര് കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടൊരു ടൂളാണ്. ബിഗിനേഴ്സിന് നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്.
ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? അതായത് ഷെർലോക്കിന് നമ്മൾ ആദ്യം ഇൻസ്റ്റാളേഷൻ ചെയ്യും. ഇൻസ്റ്റാളേഷന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് ഞാൻ പറയാം. അതായത് ആദ്യം നമ്മൾ ഇതിലൊരു യൂസർ നെയിം ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. യൂസർ നെയിം ഇൻപുട്ട് ആക്കി കൊടുത്തതിന് ശേഷം ഇതിനൊരു ഡാറ്റാബേസ് ഉണ്ട്. അതായത് ഒരു ട്രഡീഷണൽ ഡാറ്റാബേസ് ഒന്നും അല്ല ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ട്രഡീഷണൽ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ മോംഗോഡിബിയോ SQL ഒന്നും അല്ല ഇത് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഒരു സിമ്പിൾ JSON ഡാറ്റ ബേസ് ആണ്. അതായത് ഡാറ്റാബേസ് നമുക്ക് ഇതിന് പറയാൻ പറ്റില്ല, ഒരു ഫയൽ, അതായത് JSON രൂപത്തിലെ ഒരു ഫയൽ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫയലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 300-ലധികം വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ്, അതായത് URL, അതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫയലിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനിപ്പോ എന്റെ പേര് ഇപ്പൊ ബിനിലാണ്. അപ്പൊ ഞാനിപ്പം ബിനിൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ, അതായത് ഒരു ഇൻപുട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓസിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ യൂസർ നെയിം എടുത്തിട്ട്, അതായത് ഞാൻ കൊടുത്ത ഇൻപുട്ട് എടുത്തിട്ട് നേരെ പോയിട്ട് ആ ഡാറ്റാബേസിലുള്ള URL, അതായത് ഇപ്പം ആ ഡാറ്റാബേസിനകത്ത്, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ JSON എന്ന് പറയുന്ന ആ ഫയലിന്റെ അകത്ത് യൂട്യൂബ്, അതുപോലെ ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, അങ്ങനത്തെ പറഞ്ഞ കുറെ വെബ്സൈറ്റിന്റെ ലിങ്ക് URL ഉണ്ടാവും. അപ്പൊ ആ URL കൊണ്ടുപോയിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത യൂസർ നെയിം, അതായത് ആ ഇൻപുട്ട് കൊടുത്ത യൂസർ നെയിം കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ എല്ലാ വെബ്സൈറ്റിലോട്ടും ഒരു HTTP റിക്വസ്റ്റ് കൊടുക്കും. HTTP റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ആ ഒരു പ്രൊഫൈൽ, അതായത് ഞാൻ കൊടുത്ത യൂസർ നെയിമിന്റെ പ്രൊഫൈൽ ആ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ ആ ഒരു സംഭവം ഔട്ട്പുട്ടായി നമുക്ക് തരും. അതായത് ഇപ്പൊ ഞാൻ ബിനിൽ എന്ന് കൊടുത്ത പേര് ആ ഒരു യൂട്യൂബിൽ ആയെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ ഗിറ്റിലായാലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ഔട്ട്പുട്ടായിട്ട് നമുക്ക് തരും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ റിസൾട്ട് നമുക്ക് TXT ഫയലായിട്ടോ അല്ലെങ്കിൽ CSV ഫയലായിട്ടോ വേർഡ് ഫയലായിട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് തരും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഡിഫോൾട്ടിൽ ഇത് തരുന്നത് TXT ഫയലിന്റെ രൂപത്തിലാണ്. ഇപ്പൊ നമുക്കൊരു CSV ഫയലിന്റെ രൂപത്തിലാണ് അല്ലെങ്കിൽ ഒരു വേർഡ് ഫയലിന്റെ രൂപത്തിലാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമാൻഡ് അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഈ ഒരു നമ്മൾ കൊടുത്ത യൂസർ നെയിമിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞാല് ആർക്കെങ്കിലും? ഇതിന്റെ വർക്കിംഗ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ, പ്രശ്നമൊന്നുമില്ല, പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഇൻസ്റ്റാളേഷനിലേക്ക് പോവാണ്. അഭിനെ കേൾക്കുന്നില്ലടാ? ഹലോ ഹലോ. സോ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ നോർമൽ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗിറ്റ് ക്ലോൺ ചെയ്തിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ ഈ സെഷൻ കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യണോ? ആരെങ്കിലും ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ചാറ്റ് ബോക്സിലും ഷെയർ ചെയ്തു, ഇപ്പം പിന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ആദ്യം നിങ്ങൾ ഞാൻ ഷെയർ ചെയ്ത ലിങ്ക് എടുത്തിട്ട് ഒന്ന് ഗിറ്റിന്റെ റെപ്പോസിറ്ററി ഒന്ന് ക്ലോൺ ചെയ്യുക. ശേഷം CD ഷെർലോക്ക് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇനി അടുത്തൊരു സംഭവം എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷെർലോക്ക് ടൂൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറെ ലൈബ്രറീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അടുത്തൊരു പ്രോസസ് എന്ന് പറയുന്നത് ലൈബ്രറി, അതായത് അതിന് വേണ്ട ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യേണ്ട പ്രോസസ്സാണ്. അപ്പൊ അതിനൊരു കമാൻഡ് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ഇത് ആരെങ്കിലും പിന്നീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഡിപ്പെൻഡൻസി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൺ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ പൈത്തൺ ഷെർലോക്ക് അണ്ടർസ്കോർ പ്രൊജക്റ്റ് ശേഷം ഏത് യൂസർ നെയിമാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടത് ആ യൂസർ നെയിമിൻ്റെ പേരൊന്ന് കൊടുക്കുക. ഞാൻ ബിന്നിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ അഭിനെ കാണാൻ പറ്റുന്നില്ലേ സ്ക്രീൻ? സ്ക്രീൻ വിസിബിൾ ആണ്. സോ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, ഇതൊക്കെയാണ് ഇത് ഓൾറെഡി ചെക്കിങ്ങിലാണ്. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് ആണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ ബിനിൽ എന്ന് പറയുന്ന യൂസർ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ യൂസർ നെയിം ഓൾറെഡി ഏതൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണെന്നാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗിറ്റബ് ലിങ്ക് തന്നിട്ടുണ്ട്, അതേപോലെ ഡോക്കർ ഹബിന്റെ പ്രൊഫൈൽ ലിങ്ക് തന്നിട്ടുണ്ട്. സോ ഞാൻ കൊടുത്ത യൂസർ നെയിമിന്റെ സെർച്ച് കംപ്ലീറ്റ് ആയി പറഞ്ഞിട്ട് റിസൾട്ട് 94 റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. യൂട്യൂബ് ഉണ്ട്, അങ്ങനെ കുറേ അധികം വെബ്സൈറ്റിൽ, അതായത് ഈ യൂസർ നെയിം അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ ലിങ്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ലിങ്ക് എനിക്കിവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷെർലോക്കിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഷെർലോക്കിന്റെ കുറച്ച് കമാൻഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റത്തെ പറയുന്നത് ഇത് ഷെർലോക്ക് എന്ന് പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ടെർമിനൽ വഴി ഇത് ആക്സസ് ചെയ്യാം. ഇനി ഇത് ഷെർലോക്ക് വെച്ച് നമുക്ക് സിംഗിൾ യൂസർ നെയിം സെർച്ച് ചെയ്യാം, അതേപോലെ മൾട്ടിപ്പിൾ യൂസർ നെയിം സെർച്ച് ചെയ്യാം. ഞാൻ നേരത്തെ റൺ ചെയ്യുമ്പോൾ പൈത്തൺ ഷെർലോക്ക് അണ്ടർസ്കോർ പ്രൊജക്ട് ബിനിൽ എന്ന് സെർച്ച് ചെയ്തു. അതേപോലെ നമുക്ക് ബിനിൽ സെർച്ച് ചെയ്യാം, അതേപോലെ അബിൻ സെർച്ച് ചെയ്യാം. അങ്ങനെ കുറേ യൂസർ നെയിം നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ പറയുന്നത് മൾട്ടിപ്പിൾ യൂസർ നെയിം എന്ന് പറയുന്നത്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള സൈറ്റ്, അതായത് ഇപ്പൊ ഞാനിവിടെ നേരത്തെ കൊടുത്തത് യൂസർ നെയിം എന്ന് മാത്രമാണ് കൊടുത്തത്. യൂസർ നെയിം എന്ന് മാത്രം കൊടുക്കുമ്പോൾ ആ ഡാറ്റാബേസിലുള്ള എല്ലാ വെബ്സൈറ്റിലും കയറിയിട്ട്, അതായത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഷെർലോക്കിൽ ഒരു ഡാറ്റാബേസ് ഉണ്ട്, .jsm ഫയലിന്റെ അകത്ത് 300-ലധികം വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ യൂസർ നെയിം മാത്രം കൊടുക്കുന്ന സമയത്ത് ആ 300 വെബ്സൈറ്റിലും കയറി അറ്റ് എ ടൈമിൽ സെർച്ച് ചെയ്യുന്നുണ്ട് ബിനിൽ എന്ന് പറയുന്ന യൂസർ നെയിം അതിലെല്ലാം ഉണ്ടോ എന്ന്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം റിസൾട്ട് വന്നത്. ഇപ്പൊ ഞാൻ സ്പെസിഫിക് ആയിട്ട്, അതായത് സൈറ്റിന്റെ പേര് മാത്രം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ 2 സൈറ്റിൽ മാത്രം അവൈലബിൾ, അതായത് ഇപ്പൊ ഞാൻ ഐഫൺ സൈറ്റ് ഇൻസ്റ്റഗ്രാം, ഐഫൺ സൈറ്റ് ട്വിറ്റർ എന്ന് മാത്രം കൊടുത്തിട്ട് എന്റെ യൂസർ നെയിം കൊടുത്താൽ ആ 2 സൈറ്റിൽ മാത്രം അവൈലബിൾ ആണോ എന്ന് മാത്രം അത് തരും. അതാണ് ഇതിൽ പറഞ്ഞത്. അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ട്, അതായത് നമുക്ക് വേണ്ട സൈറ്റിൽ മാത്രം സെർച്ച് ചെയ്യുക, പിന്നെ മൾട്ടിപ്പിൾ യൂസർ നെയിം സെർച്ച് ചെയ്യുക. അതാണ് വേറൊരു യൂസേജ് എന്ന് പറയുന്നത് ഷെർലോക്കിന്റെ. പിന്നെ ഇതിന്റെ കീ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇത് 1-2 വെബ്സൈറ്റിൽ മാത്രമല്ല സെർച്ച് ചെയ്യുന്നത്. അറ്റ് എ ടൈമിൽ നമുക്ക് 300+ വെബ്സൈറ്റിൽ ഇത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് തരുന്നുണ്ട്. പിന്നെ ഇത് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇപ്പൊ ഞാനിപ്പോ ബിനിൽ എന്ന് പറയുന്ന യൂസർ നെയിം കൊടുത്തതിന് ശേഷം അതിൽ 5 മിനിറ്റ് എടുത്തിട്ടാണ് തോന്നുന്നത് എനിക്ക്. അതായത് 2-3 മിനിറ്റിനുള്ളിൽ 300+ വെബ്സൈറ്റ് സെർച്ച് ചെയ്തിട്ട് ആ യൂസർ നെയിം ഉണ്ടോ എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
അതേപോലെ ഇത് എന്താ പറയാ മൾട്ടി ത്രെഡഡ് സ്കാനിങ് ആണ് ചെയ്യുന്നത്. അതായത് അറ്റ് എ ടൈമിൽ ഒരു വെബ്സൈറ്റ് സ്കാൻ ചെയ്തു, ഒരു വെബ്സൈറ്റ് സ്കാൻ ചെയ്തു, അങ്ങനെയല്ല ചെയ്യുന്നത്. അറ്റ് എ ടൈമിൽ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റ് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് തരുന്നത്. പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് ഇപ്പൊ ഞാൻ ബിനിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത യൂസർ നെയിമിന്റെ റെക്കോർഡ്സ് ഒരു TXT ഫയലായിട്ട് അത് നമുക്ക് തരുന്നുണ്ട്. അതിന്റെ റെക്കോർഡ്സ് ഞാനിപ്പോ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ഷെർലോക്ക് എന്ന് പറയുന്ന സംഭവം. ഇതില് കണ്ടോ, ഞാനിപ്പോ യൂസർ നെയിം നേരത്തെ കൊടുത്തിട്ടുണ്ട്, അത് ബിനിൽ എന്ന് പറയുന്ന യൂസർ നെയിം ആണ് കൊടുത്തിട്ടുണ്ടായത്. അതിന്റെ റെക്കോർഡ്സ് ഓട്ടോമാറ്റിക്കലി ഇതിൽ TXT ഫയലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. നോക്കി അങ്ങ് മനസ്സിലാവും. 94 നേരത്തെ കിട്ടിയ ടെർമിനൽ കാണിച്ച 94 റിസൾട്ടും ഇതിൽ ഓട്ടോമാറ്റിക്കലി TXT ഫയലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് ഇതിപ്പോ CSV ഫയൽ ആക്കണമെന്നുണ്ടെങ്കിൽ CSV ഫയലോട്ട് മാറ്റുക, ഒരു വേർഡ് ഫയൽ ആക്കണമെന്നുണ്ടെങ്കിൽ വേർഡ് ഫയലോട്ട് മാറ്റുക. അതിന്റെ കമാൻഡ്സ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫോൾട്ട് ആയിട്ട് TXT ഫയലിലാണ് ഈ ഒരു റിസൾട്ട് എല്ലാം സ്റ്റോർ ചെയ്യുന്നതെന്ന്. ഇപ്പോ ഈ TXT ഫയൽ അല്ലാണ്ട് എനിക്കിപ്പോൾ CSV ഫയലിലോട്ട് ഈ റിസൾട്ട് സ്റ്റോർ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസർ നെയിമിന് ശേഷം ഒരു സ്പേസ് ഇടുക, അതിനുശേഷം 2 ഐഫൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഏത് ഫോർമാറ്റിലാണ് വേണ്ടത് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ CSV കൊടുക്കുന്നുണ്ട്, അതിനുശേഷം എൻ്റർ അടിക്കുക. ഹലോ അഭിനെ, കേൾക്കുന്നില്ലടാ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കുറച്ചും കൂടി ഫസ്റ്റ് ആയിക്കോന്നു.
ഗൈസ് അപ്പോൾ ഈ ഒരു കമാൻഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ ഇത് ഫിനിഷ് ചെയ്യാൻ കാത്തുന്ന ടൈം കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ CSV ഫയൽ കൊടുക്കുക, അതേപോലെ വേർഡ് ഫയൽ അങ്ങനെ ട്രൈ ചെയ്യുക. ഞാനിത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഷെർലോക്കിനെ കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഷെർലോക്കിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ടൈമിൽ വെബ്സൈറ്റ് സ്കാൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഇതിൽ കുറച്ച് പൊട്ടൻഷ്യൽ ചാലഞ്ചസ് ഉണ്ട്. ഇപ്പം ഓരോ വെബ്സൈറ്റ്, ഇൻസ്റ്റഗ്രാം ആയാലും ലിങ്ക്ഡിൻ ആയാലും അവരുടെ പ്രൈവസി പോളിസി ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഷെർലോക്ക് ടൂൾ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കുറെ ഇഷ്യൂസ് വരും. പിന്നെ വേറെ സംഭവം എന്ന് പറയുമെങ്കിൽ ഷെർലോക്ക് എന്ന ടൂൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇന്റർനെറ്റ് സ്പീഡ് വേണം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, ചില സമയത്ത് ഫാൾസ് ആയിട്ട് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ തരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെർലോക്ക് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ യൂസർ നെയിം വെച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പൈഡർ ഫൂട്ട് എന്ന് പറഞ്ഞ ടൂളിന്റെ കൂടി ഈ സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ, അതായത് ഇമെയിൽ കണ്ടുപിടിക്കാനും IP കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ഷെർലോക്കിനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ടൂളിന്റെ കമ്പൈൻ ചെയ്ത് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു പവർഫുൾ ടൂൾ ആയിട്ട് നമുക്കൊരു ഷെർലോക്കിനെ മാറ്റാൻ പറ്റും. ഇമെയിലും IP-യും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് വേറൊരു ഇതിൽ നിന്ന് കിട്ടുന്ന വേറെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഇനി ഷെർലോക്ക് യൂസ് ചെയ്യുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കുറെ കമ്പനീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ പർപ്പസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സൈബർ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷനിൽ യൂസ് ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പൊ എൻ്റെ ഒരു മെയിലിലേക്ക് ഡാർക്ക് വെബ് 123 എന്ന് പറയുന്ന ഒരു യൂസർ നെയിം, എൻ്റെ ഒരു മെയിലിന് ഡാർക്ക് വെബ് എന്ന് പറയുന്ന 123 എന്ന യൂസർ നെയിം ഹാക്ക് ചെയ്തു വിചാരിക്കുക. ഇപ്പൊ ആ ഒരു യൂസർ നെയിം വേറെ ഏതെങ്കിലും സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഷെർലോക്ക് യൂസ് ചെയ്യാം. അതേപോലെ കമ്പനി യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആമസോൺ എന്ന് പറയുന്ന കമ്പനിക്ക് ഒഫീഷ്യലായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് യൂസർ നെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആമസോൺ ഒഫീഷ്യൽ അല്ലെങ്കിൽ നൈക്ക് ഒഫീഷ്യൽ എന്നുള്ള മറ്റു കുറെ ഒരു അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റും അക്കൗണ്ട്സ് ഉണ്ടാവും. അതേപോലെ അവരെ ബ്രാൻഡ് നെയിം വെച്ചിട്ട് ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ട്സ് ഓൾറെഡി ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവരുടെ ബ്രാൻഡ് നെയിം വെച്ചിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷെർലോക്ക് യൂസ് ചെയ്യാം. പിന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഷെർലോക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ് കൊടുക്കാനും, അല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫേക്ക് അക്കൗണ്ട്സ് എത്രത്തോളം പബ്ലിക്കലി പോകുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ ഷെർലോക്ക് ടൂൾ യൂസ് ചെയ്യാം. സോ ഇത്രയൊക്കെ ഈ 3 സ്ഥലങ്ങളാണ് മെയിൻ ആയിട്ട് ഷെർലോക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ സോ ഇത്രയൊക്കെ ഉള്ളൂ ഷെർലോക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട്. സോ ഇനിയൊരു ടൂളും കൂടി ഉണ്ട്, ദി ഹാർവെസ്റ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അജ്മൽ പറയും. അപ്പോൾ ഞാൻ നിർത്താം. ഹലോ അജ്മൽ. ഹലോ, കേൾക്കാവോ? ഓക്കെ. സോ ഇനി നമ്മൾ പറയുന്നത് ഹാർവെസ്റ്റർ എന്നിട്ടൊരു ടൂളാണ്. അതൊരു ഓസിൻ്റെ ഒരു ടൂളാണ്. അപ്പോൾ ഈ ടൂൾ കൊണ്ടുള്ള യൂസ് കേസ് എന്ന് വെച്ചാൽ നമുക്ക് IPസും DNSസും പിന്നെ ഇമെയിൽസ്, ഹോസ്റ്റ് നെയിംസ്, പീപ്പിൾ നെയിംസ് അതൊക്കെ ഗ്രാബ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. അപ്പോൾ ബേസിക്കലി മോസ്റ്റ്ലി ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു മെയിൻ ടൂളാണ് ഈ ഹാർവെസ്റ്റർ എന്ന് വെച്ചാൽ. ഹാർവെസ്റ്റർ ആ പേരിൽ തന്നെ മനസ്സിലാക്കുക. അതിൻ്റെ യൂസ് കേസ് എന്ന് വെച്ചാൽ ഒരു സംഭവം ഹാർവെസ്റ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, സംഭവം വലിച്ചെടുക്കാൻ, അപ്പോൾ ഓരോ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ വലിച്ചെടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഒരു സംഭവം അയച്ചിട്ടുണ്ട്. അതിൻ്റെ റണ്ണിങ് ഒക്കെ നേരത്തെ പിന്നിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ PIP ഇൻസ്റ്റാൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പാക്കേജസ് ഒക്കെ ഇതാക്കി നല്ല സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ലിനക്സിലോ അല്ലെങ്കിൽ വിൻഡോസ് ആണെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസിലോ ചെയ്യാം. എന്നിട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഒരു യൂസ് കേസ് കാണിച്ചു തരാം. ഹൗ ഡസ് ഇറ്റ് വർക്ക് അത് കണ്ടാൽ ഞാൻ മനസ്സിലാവും. ഇതിപ്പോൾ API കീ വേണം. നമുക്ക് ഇല്ലാതെ നേരെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. പൈത്തൺ നമ്മളിപ്പോൾ ഹാർവെസ്റ്ററിൻ്റെ ഫയലിലോട്ട് പോകും, നേരെ ഇൻസ്റ്റാൾ ചെയ്തിട്ട്, അത് ഞാൻ കാണിക്കുന്നില്ല ഇപ്പോൾ, ബട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെ പോവും. എന്നിട്ട് നിങ്ങൾ
എന്ത് സ്ക്രീൻ സോറി 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 സ്ക്രീൻ ഷെയർ ചെയ്യാനുണ്ട് സോറി. ഓക്കെ ഓക്കെ സ്ക്രീൻ കാണാവോ? ഓക്കെ അപ്പോൾ ഈ സംഭവം കണ്ടില്ലേ, ഇത് ഹാർവെസ്റ്റർ കണ്ടില്ലേ, അതിലോട്ട് നമ്മൾ CD കമാൻഡ് അടിച്ച് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ പോകുമ്പോൾ നമ്മൾ അവിടെ നിന്നാണ്